അടൂർ ബൈപ്പാസിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായ സ്ഥലത്ത് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തുകയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ തത്സമയം ചേരുന്നു. സുജിത്, വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 3:30 ഈ അപകടമുണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ ഇടിയുടെ ആഘാതത്തിൽ കണ്ടെയ്നർ ലോറി തലകീഴായി മറിഞ്ഞു കിടക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്തേക്ക് പാഴ്സലുമായി പോയ കണ്ടെയ്നർ ലോറിയാണ് എതിരെ വന്ന ഒരു കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന 4 പേരായിരുന്നു. 4 പേർക്കും പരിക്കേൽക്കുകയായിരുന്നു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പന്തളം സ്വദേശികളായ സബിൻ, വിഷ്ണു, ആദർശ്, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അതുപോലെ തന്നെ ലോറി ഡ്രൈവർ റഷീദാണ്. അദ്ദേഹത്തിന് പരിക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ കാറിൻ്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ പരിശോധന നടത്തുകയാണ്. ഈ ലോറി ഡ്രൈവറിൽ നിന്നും വിവരങ്ങളൊക്കെ തേടുകയാണ്. ഒപ്പം തന്നെ തൊട്ട് സമീപത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഈ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കുകയാണ്. ഈ പരിക്കേറ്റ 2 പേരെ, നില ഗുരുതരമായ 2 പേരെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വല്ലാത്ത ഒരു അപകടമായിരുന്നു. കാരണം ഈ പ്രദേശവാസികളൊക്കെ തന്നെ വല്ലാത്തൊരു ഞെട്ടലാണ്. സമീപത്തെ കടക്കാരൊക്കെ തന്നെ വലിയൊരു ഞെട്ടലാണ്. ഈ സമയത്ത് ഈ ബൈപ്പാസിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ രാവിലെ പുലർച്ചെ ഒരു 3:30 സമയമായിരുന്നു. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ ഇപ്പോൾ ചില ആളുകളൊക്കെ, ഈ പ്രദേശവാസികളൊക്കെ തന്നെ നമ്മളോട് പ്രതികരിക്കണേ. എപ്പോഴായിരുന്നു ഈ അപകടമെന്ന് നമുക്ക് പറയാൻ സാധിച്ചത്? ഇത് വെളുപ്പിനെ 3:30 ഇത് സംഭവം. 3:30 AM വെളുപ്പംകാലത്താണ് ഇത് സംഭവിച്ചത്. അതിനുശേഷം ഇത് വലിയ സൗണ്ടായിരുന്നു, വലിയ ശബ്ദത്തോടു കൂടി നമുക്കിത് കേൾക്കാൻ കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ സമീപവാസികളായ ഞങ്ങളെല്ലാം ഓടി വന്ന്. 2 പേരെയാണോ കോട്ടയം മെഡിക്കൽ കോളേജ്? അതെ, ഗുരുതരമായിട്ടുള്ള സീരിയസ് ആയിട്ടാണ് 2 പേരും നമ്മൾ കേട്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടാണ് അവർ റെഫർ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് കാറ് നല്ല പൂർണ്ണമായിട്ടുള്ള ഒരു അപകടത്തിലേക്ക് ചെന്ന് കയറി. കാറ് വന്ന് ഇടിക്കുമായിരുന്നു ഇതിൽ. ഇപ്പോൾ കാർ ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോറി മാത്രമാണ്, അതും നീക്കം ചെയ്യാം. ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. മറ്റ് ഗതാഗത തടസ്സമൊന്നും തന്നെ ഇല്ല. വാഹനമൊക്കെ മാറ്റിയ ഒരു സാഹചര്യത്തിൽ ബൈപ്പാസിലൂടെ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയുന്നുണ്ട്. എന്തായാലും വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ബൈപ്പാസിൽ.